അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം, നമുക്ക് ഡോളർ കയറണം എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് അല്ലേ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ പലരുടെയും ഡൗട്ടാണ് കേട്ടോ, നമ്മുടെ ചാനൽ എപ്പോഴാണ് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റുക. ഞാൻ കുറേ നാളായി യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് കുറേ വീഡിയോസ് ഒന്നും ഇട്ടില്ല. ഇനി യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആക്കാൻ പറ്റുമോ, അതിൽ നിന്ന് ക്യാഷ് കിട്ടുമോ, പിന്നെ 1000 വ്യൂസിന് എത്ര ക്യാഷാണ് കിട്ടുക, ഞാൻ ആദ്യം മുതൽ ഇട്ട വീഡിയോക്കൊക്കെ എനിക്ക് ക്യാഷ് കിട്ടും, എപ്പോഴാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്, എവിടെയാണ് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യേണ്ടത്, പിന്നെ ടാക്സ് കൊടുക്കണോ, നമ്മുടെ ഐഡന്റിറ്റി എന്തെങ്കിലുമൊക്കെ കൊടുക്കണോ, നമ്മുടെ ഫോട്ടോ കൊടുക്കണോ, അങ്ങനെ പല പല ഡൗട്ടുകളാണ് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാമെന്ന് വിചാരിച്ചു. ടോട്ടലായിട്ട് മോണിറ്റൈസേഷന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. മോണിറ്റൈസേഷൻ ആയ ശേഷവും നമുക്ക് എത്ര ക്യാഷ് കിട്ടും, അപ്പൊ ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചേർത്തൊന്ന് ചുരുക്കി പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇതെല്ലാം അറിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നഷ്ടമാകും. കാരണം നമ്മൾ ഒന്നും അറിയാതെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് കേട്ടോ, പ്രത്യേകിച്ച് തുടക്കക്കാരോട്. നമ്മുടെ ചാനലിൽ നമ്മൾ 1 വർഷം വരെ വീഡിയോ ഇട്ടു, അത് കഴിഞ്ഞിട്ട് കുറെ ഗ്യാപ്പ് എടുത്തു. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മോണിറ്റൈസ്ഡ് ആകുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുള്ള മറുപടിയാണ് പറയുന്നത്, നമ്മൾ എപ്പോൾ ചാനൽ തുടങ്ങുന്നു എന്നൊന്നുമില്ല, എപ്പോൾ ചാനൽ തുടങ്ങിയാലും നമുക്ക് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. അതിലൊരു കണ്ടീഷൻ ഉണ്ട്, അതിൽ വാച്ച് അവേഴ്സ് ആണല്ലോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാച്ച് അവേഴ്സ് ആണ് ലോങ് വീഡിയോയ്ക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഷോർട്സിനാണെങ്കിൽ വ്യൂസ് ആണ്. അപ്പൊ ഇത് അറിയാത്തവരുണ്ടാവും. അപ്പൊ ഞാൻ അതൊന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ. ഈ വാച്ച് അവേഴ്സ് എന്താണ്, അതേപോലെ വ്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. ഷോർട്സിനാണ് വ്യൂസ് എന്ന് പറഞ്ഞു. ഞാൻ ഫുൾ മോണിറ്റൈസേഷന്റെയും ഹാഫ് മോണിറ്റൈസേഷന്റെയും പറയുന്നുണ്ട് കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാനിതൊക്കെ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഷോർട്സിന്റെ കാര്യത്തിലാണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷന് 90 ദിവസത്തിനുള്ളിൽ 30 ലക്ഷം വ്യൂസും അതേപോലെ തന്നെ 500 സബ്സ്ക്രൈബേഴ്സും വേണം. ഓക്കെ, അതേപോലെ ഷോർട്സിൽ ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ 100 ലക്ഷം വ്യൂസ് അല്ലെങ്കിൽ 1 crore വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സും വേണം 90 ദിവസത്തിൽ. അതേപോലെ തന്നെ വീഡിയോസിന്റെ കാര്യത്തിൽ വാച്ച് അവേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഹാഫ് മോണിറ്റൈസേഷൻ ആണെങ്കിൽ 500 സബും 1000 വാച്ച് അവേഴ്സും വേണം 365 ദിവസത്തിൽ കേട്ടോ. നമ്മളിപ്പോ എവിടെ നിന്ന് നിൽക്കണോ അവിടെ നിന്ന് ബാക്കിലോട്ട് 365 ദിവസമാണ് കേട്ടോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 365 ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഫുൾ മോണിക്ക് വീഡിയോന്റെ കാര്യത്തിൽ നമ്മൾ 1000 സബും 4000 വാച്ച് അവേഴ്സും വേണം 365 ദിവസത്തിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ തുടക്കക്കാർക്ക് ഇതൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ. പല വീഡിയോയിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഓർമ്മപ്പെടുത്താം കേട്ടോ, തുടക്കക്കാരാകുമ്പോൾ കുറേ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പൊ നമ്മളെല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ഇതിന് മുമ്പ് ഏകദേശം 100-ൽ പരം യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ അത് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ നമുക്ക് എപ്പോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. ഈ കണ്ടീഷൻസ് ഒക്കെ കറക്റ്റ് ആകണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന ഇവിടെ നിന്ന് ബാക്കിലോട്ട് 365 ദിവസമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചാൽ മതി. അല്ലാതെ നമ്മൾ അപ്പൊ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കുറെ വർഷമായി, അപ്പൊ എന്റെ ചാനൽ ഇനി മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റില്ല, ഞാൻ ഇതുവരെയും വീഡിയോസ് ഒന്നും ഇട്ടില്ലല്ലോ, ഇനി പുതിയ ചാനൽ തുടങ്ങണം എന്നൊക്കെ കരുതിയിരിക്കുന്നവർക്ക് അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല. പഴയ ചാനലിൽ തന്നെ കറക്റ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് പലർക്കും ഉള്ള ഒരു ആശങ്കയാണ് കേട്ടോ. അതിനോട് പലരും ഈ ഡൗട്ട് കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. പിന്നെ ക്രൈറ്റീരിയയുടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 3000 വാച്ച് അവേഴ്സ് ആണോ 4000 വാച്ച് അവേഴ്സ് ആണോ, എന്താണ് ഷോർട്സിൽ മാത്രം നമുക്ക് വ്യൂസ് കിട്ടിയാൽ മതിയോ എന്നൊക്കെ കേട്ടോ. അപ്പൊ നമുക്ക് രണ്ടിലൂടെ നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, 90 ദിവസത്തിനുള്ളിൽ 3 ലോങ് വീഡിയോകൾ നമ്മൾ ഇട്ടിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും 90 ദിവസത്തിനുള്ളിൽ നമുക്ക് 3 ലോങ് വീഡിയോകൾ ഇട്ടിരിക്കണം. അതെല്ലാവർക്കും ഇടാൻ കഴിയുന്ന ഒരു കാര്യമാണല്ലേ. അപ്പൊ എത്ര ഒരു ചെറിയൊരു കുട്ടിക്ക് പോലും ഒരു 3 വീഡിയോകൾ അപ്ലോഡ് ചെയ്യാൻ വലിയ സമയമൊന്നും വേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് മെയിൻ ക്രൈറ്റീരിയ ആണ് കേട്ടോ. ഇത് മാത്രം കറക്റ്റ് ആയാൽ പോരാ, ഇനിയും കുറെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയാൽ മാത്രമേ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് കണ്ടന്റോ സ്ട്രൈക്കോ പിന്നെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും വരാൻ പാടില്ല. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ വീണ്ടും അപ്പീലും കാര്യങ്ങളൊക്കെ പോകണം. നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റില്ലെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പല വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ അതൊന്നും പറയുന്നില്ല, എന്റെ ഇതിലുണ്ട്, അല്ലെങ്കിൽ വേറെ വീഡിയോസ് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയോ എന്നറിയാൻ നമ്മൾ ഏൺ പേജിലാണ് കേട്ടോ ചെക്ക് ചെയ്യുന്നത്. ക്രോമിലൂടെ പോയിട്ട് ഏൺ പേജ് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. വൈറ്റി സ്റ്റുഡിയോയിൽ ഏൺ പേജിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അപ്ലൈ എന്ന് കാണിക്കും കേട്ടോ. ഏൺ പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലൈ നൗ എന്നുള്ളത്
എന്താണ് ഒരു ബ്ലറായി കിടക്കുന്നുണ്ടാവും, അത് തെളിഞ്ഞു വരും കേട്ടോ. അത് തെളിഞ്ഞു വരുമ്പോൾ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കറക്റ്റായി കിട്ടുന്നതായിരിക്കും, സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതായിരിക്കും കേട്ടോ. കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ മുമ്പിൽ മോണിറ്റൈസേഷൻ എന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു 3 സ്റ്റെപ്സിന്റെ ആദ്യം അത് കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ മോണിറ്റൈസേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ആണ് എന്ന് 24 മണിക്കൂറിനുള്ളിൽ അറിയാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് ഐഡന്റിറ്റി, നമ്മൾ ടാക്സോ അല്ലെങ്കിൽ എന്താ പറയാ, പിന്നെ ആധാർ പറ്റത്തില്ല, ഐഡന്റിറ്റി കാർഡ് ഉണ്ടല്ലോ അതോ അല്ലെങ്കിൽ ലൈസൻസ് അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പൊ ഞാൻ കൊടുത്തത് എന്താ പറയാ ടാക്സ് ഇൻഫർമേഷൻ അതിന്റെ ഇതാണ് കേട്ടോ കൊടുത്തത്. അപ്പൊ നമുക്ക് പിന്നീടും ടാക്സും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ രണ്ടിനും സെയിം തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് അത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഐഡന്റിറ്റി പ്രൂഫ് കൊടുക്കാൻ ഏകദേശം നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ $10 ആയിരിക്കും കേട്ടോ, എങ്കിൽ മാത്രമേ നമുക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിൻ വെരിഫിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പിൻ വെരിഫിക്കേഷൻ വരുമ്പോൾ ഏകദേശം 1 മാസം ആവും കേട്ടോ നമ്മൾ കൊടുത്തിട്ട്. അപ്പോൾ ഒരു 6 പിന്നാണ് നമ്പേഴ്സ് ആണ് വരുന്നത്. അത് നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിൻ വെരിഫിക്കേഷൻ കറക്റ്റായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ പലർക്കും വന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അഡ്രസ്സ് കറക്റ്റായി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷമാണ് നമുക്ക് എന്താ പറയുക ടാക്സ് വെരിഫിക്കേഷനും ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടാക്സ് വെരിഫിക്കേഷനും ബാങ്ക് അക്കൗണ്ട് ഒക്കെ നമ്മുടെ അക്കൗണ്ടിൽ $100 ആകുന്നതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഗൂഗിൾ ആഡ്സിൽ പോയിട്ടാണ് നമുക്ക് ടാക്സും ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് എന്താ പറയുക കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഗൂഗിൾ ആഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്, അതുപോലെ വെരിഫിക്കേഷൻ മെത്തേഡ് അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും കേട്ടോ. പിന്നെ എല്ലാ മാസവും നമുക്ക് ക്യാഷ് വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ മാസവും ഒന്നും നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. നമ്മൾ വീഡിയോസ് ഇടുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ക്യാഷ് കിട്ടുക കേട്ടോ. നമ്മുടെ ഗൂഗിൾ ആഡ്സിൽ അക്കൗണ്ട് ഉണ്ടല്ലോ, ഗൂഗിൾ ആഡ്സിലും അക്കൗണ്ട് ഉണ്ട്. അതിൽ $100 ആയാൽ മാത്രമേ നമുക്ക് എന്താ പറയാ നമ്മുടെ അക്കൗണ്ടിൽ $100 എമൗണ്ട് കയറത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പിൻവലിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴാണോ $100 ആകുന്നത് അപ്പൊ മാത്രമേ നമുക്ക് ക്യാഷ് കിട്ടത്തുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ മുമ്പിട്ട വീഡിയോക്കൊക്കെ ക്യാഷ് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പിട്ട വീഡിയോക്ക് ക്യാഷ് കിട്ടും. നമ്മുടെ മോണിറ്റൈസേഷൻ ആകുന്ന വരെയുള്ള വ്യൂസിന് നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. അതിനുശേഷം വീണ്ടും ആ വീഡിയോക്കൊക്കെ വ്യൂസ് കയറുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഡോളർ കയറി അതിൽ നിന്ന് ക്യാഷ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ 10 ലക്ഷം വ്യൂസ് വരെ നമുക്ക് മോണിറ്റൈസേഷൻ മുമ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ക്യാഷ് കിട്ടത്തില്ല കേട്ടോ. അപ്പൊ അത് കാണിക്കത്ത പോലും ഇല്ല, അത് കിട്ടത്തില്ല എന്തായാലും. പിന്നെ 1000 വ്യൂസിന് എത്ര രൂപ വെച്ച് കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ വീഡിയോയ്ക്കും വ്യത്യസ്തമായിരിക്കും കേട്ടോ. ഓരോരുത്തരുടെ ചാനലിലും പല പല എന്താ പറയുക കണ്ടന്റ് ആയിരിക്കും അല്ലെ, അതിനനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എന്റെ വീഡിയോ ചിലതൊക്കെ എഡ്യൂക്കേഷൻ ആണ്, അതിന് മുന്നൊന്നും എഡ്യൂക്കേഷൻ അല്ല, എന്റർടൈൻമെന്റ് ആണ്, അല്ലെങ്കിൽ പീപ്പിൾസ് ആൻഡ് ബ്ലോഗ്സ് ആണ്, പല കാറ്റഗറി ഉണ്ടല്ലേ. അപ്പൊ കാറ്റഗറിക്ക് അനുസരിച്ചാണ് നമുക്ക് എന്താ പറയാ ഡോളർ കയറുന്നത് കേട്ടോ. പിന്നെ ഷോർട്സിന് 1 lakh വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ $1 കയറത്തുള്ളൂ. അപ്പൊ എന്റെ ഉദാഹരണം പറയാം. വീഡിയോക്ക് ഏകദേശം ഇപ്പോൾ ചില വീഡിയോക്ക് ആണെങ്കിൽ നമുക്ക് ലെങ്ത് കൂടുതലുള്ള വീഡിയോക്ക് ഉണ്ടാകത്തില്ലേ, 8 മിനിറ്റിൽ കൂടുതലുള്ള ചിലപ്പോൾ 10-15 മിനിറ്റ് ഉള്ള വീഡിയോസിന് 1000-1500 വ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ $1 ഉണ്ടാകും. ചില ലെങ്ത് കുറഞ്ഞ 8 മിനിറ്റ് താഴെ അല്ലെങ്കിൽ 8 മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോ 5000 വ്യൂസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ $1 ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ലെങ്ത്തിനനുസരിച്ചാണ്, അതിൽ ആഡ്സ് വരുന്നതിനനുസരിച്ചാണ് നമുക്ക് എന്താ പറയുക ഡോളർ കയറുന്നത്. ഓക്കെ, അല്ലാണ്ട് 1000 വ്യൂസിന് എത്ര ഡോളർ വെച്ച് കിട്ടത്തില്ല, അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ആഡ്സിനാണ് നമുക്ക് ഡോളർ കയറുന്നത് കേട്ടോ. പലരും പറയുന്നുണ്ട് 1000 വ്യൂസിന് ഇത്ര ഡോളർ കിട്ടി എന്നൊക്കെ. അങ്ങനെ അതൊരു ഇതിൽ പറയാൻ കേട്ടോ, അങ്ങനെ കിട്ടത്തില്ല. $1000 അല്ല $500 നമുക്ക് ഡോളർ 500 വ്യൂസിന് നമുക്ക് ഡോളർ കിട്ടും. അപ്പൊ 500 വ്യൂസിന് ചിലപ്പോൾ 0.11 അങ്ങനെയൊക്കെ വെച്ചിട്ട് ഡോളർ കിട്ടും. അപ്പൊ അത് മാത്രമല്ല കേട്ടോ, 1000 വ്യൂസിന് മാത്രമല്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ പലരുടെയും വീഡിയോയ്ക്ക് പല നിരത്തിലായിരിക്കും ഡോളർ കയറുന്നത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് കേട്ടോ എന്റെ വിശ്വാസം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ ചാനലിൽ പെട്ടെന്ന് തന്നെ മോണിറ്റൈസ്ഡ് ആക്കി എടുക്കണം, നമുക്ക് ഡോളർ കയറണം എന്ന ചിന്താഗതിയോടുകൂടി തന്നെയാണ് അല്ലേ. നമുക്ക് ആദ്യം 1000 എന്താ പറയാ സബ് കയറി കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കും വേഗം 4000 വാച്ചവേഴ്സ് ആക്കി എടുക്കണം എന്നല്ലേ. അതേപോലെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 1000 സബായവർക്ക് 10,000 സബാകണം, അല്ലെങ്കിൽ 20,000 സബാകണം, അങ്ങനെ കൂടി വരണം, പ്ലേ ബട്ടൺ കിട്ടണം എന്നൊക്കെ ചിന്താഗതിയോടുകൂടി വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹവും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാന്ന് വെച്ചാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ.